ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ഡിസ്കഷൻ. +2 പൊളിറ്റിക്കൽ സയൻസിലെ 5ാമത്തെ പാഠമായിട്ടുള്ള കോൺഗ്രസ് വ്യവസ്ഥ വെല്ലുവിളികളും പുനഃസ്ഥാപനങ്ങളും എന്നുള്ള പാഠത്തിൻ്റെ ലാസ്റ്റ് ടൈം റിവിഷനാണ്. +2 പൊളിറ്റിക്കൽ സയൻസിൻ്റെ ലാസ്റ്റ് ടൈം റിവിഷൻ വീഡിയോ സീരീസിലെ 5ാമത്തെ വീഡിയോ ആണ്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 1960കളിൽ കോൺഗ്രസ് നേരിടുന്ന പ്രതിസന്ധി, പ്രത്യേകിച്ചും 1964 നെഹ്റുവിൻ്റെ മരണശേഷം കോൺഗ്രസിനെ മുന്നിൽ നിന്ന് നയിക്കാൻ ഇനി ആര് എന്നുള്ള പ്രതിസന്ധി ഉയർന്നു വരുന്നു. അപ്പോൾ ലാൽ ബഹദൂർ ശാസ്ത്രി എതിരഭിപ്രായമില്ലാതെ തിരഞ്ഞെടുക്കപ്പെടുന്നു. പിന്നീട് 1966 ലാൽ ബഹദൂർ ശാസ്ത്രി മരണപ്പെടുന്നു. അതിനുശേഷം കോൺഗ്രസ്സിൽ വരുന്ന ഒരു അസ്വാരസ്യങ്ങളും അതുപോലെ തന്നെ സ്പ്ലിറ്റുകളുമാണ് ഈ പാഠങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, നെഹ്റുവിൻ്റെ മരണശേഷം പുതിയ പ്രധാനമന്ത്രിയായിട്ട് സ്ഥാനമേറ്റ നേതാവ് ലാൽ ബഹദൂർ ശാസ്ത്രിയാണ്. പ്രധാനമന്ത്രി എന്ന നിലയിൽ ശാസ്ത്രി നേരിടേണ്ടി വന്ന പ്രധാന വെല്ലുവിളികൾ ഏതെല്ലാമാണ്? ഇന്ത്യയിൽ 1962 ഇന്ത്യ ചൈന യുദ്ധത്തോട് കൂടിയിട്ട് യുദ്ധത്തെ തുടർന്നുണ്ടായിട്ടുള്ള ഭക്ഷ്യപ്രതിസന്ധി, തുടർച്ചയായിട്ട് മഴ ലഭ്യതക്കുറവും അതുപോലെ തന്നെ യുദ്ധം വരുത്തിവെച്ച ക്ഷാമവും ഒക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ 1965 പാകിസ്ഥാനുമായിട്ടുള്ള ഒരു യുദ്ധം ഉണ്ടായിട്ടുണ്ട്. ഇത് രണ്ടും പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ജയ് ജവാൻ ജയ് കിസാൻ എന്ന മുദ്രാവാക്യം ഉയർത്തിയിട്ടുള്ളത്. ഇപ്പോൾ ജയ് ജവാൻ ജയ് കിസാൻ എന്നുള്ളത് ജവാന്മാരെയും അതുപോലെ തന്നെ ഭക്ഷ്യപ്രതിസന്ധി നേരിടാൻ കർഷകരെയും സജ്ജമാക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം ഉയർത്തിയ മുദ്രാവാക്യമാണ്. അത് ലാൽ ബഹദൂർ ശാസ്ത്രി ഉയർത്തിയ മുദ്രാവാക്യമാണ്. സാധാരണഗതിയിൽ ചോദ്യം വരുന്നതാണ്. ശാസ്ത്രിയുടെ മരണശേഷം പ്രധാനമന്ത്രിയായി അധികാരമേറ്റത് ആരാണ് എന്നുള്ളതാണ്. ഇന്ദിരാഗാന്ധിയാണ്. അതുമുതലാണ് കോൺഗ്രസ്സിലെ പ്രതിസന്ധികൾ രൂക്ഷമാകുന്നത്. 1967 തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലം വിശദമാക്കുക എന്നുള്ള ഒരു ചോദ്യം സാധാരണഗതിയിൽ ചോദിക്കാറുണ്ട്. ദെൻ കുറഞ്ഞ കാലയളവിനുള്ളിൽ കോൺഗ്രസിൽ 2 പ്രധാനമന്ത്രിമാരുടെ അല്ലെങ്കിൽ ഇന്ത്യയിൽ 2 പ്രധാനമന്ത്രിമാരുടെ മരണം പുതിയൊരു പ്രധാനമന്ത്രിയായിട്ട് ഒരാളെ നിശ്ചയിക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഇന്ദിരാഗാന്ധി ആയിരുന്നു പിന്നീട് കോൺഗ്രസിൽ നിന്ന് പുതിയ ഒരു പ്രധാനമന്ത്രിയായിട്ടുള്ളത്. നെഹ്റുവിൻ്റെ മകൾ എന്നതിന് പുറമേ ആയിട്ട് ഇന്ദിരാഗാന്ധി അധികാരം ഏറ്റെടുത്തതിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഗവൺമെൻറ്റിന് എതിരായിരുന്നു. രൂക്ഷമായിട്ടുള്ള വരൾച്ച ഉണ്ടായിട്ടുണ്ട് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് 62 ശേഷം. അതുപോലെ തന്നെ കാലാവസ്ഥ മാറ്റവും അതുപോലെ തന്നെ കാർഷികോൽപാദനം ഗണ്യമായിട്ട് കുറഞ്ഞിരുന്നു. ഇതൊക്കെ കാരണമായിട്ട് ഭക്ഷ്യപ്രതിസന്ധി രൂക്ഷമായി. വിദേശ നാണയ ശേഖരത്തിൻ്റെ കുറവും വ്യാവസായിക വികസനത്തിലെ മുരടിപ്പും സൈനിക മേഖലയിലെ ഭാരിച്ച ചെലവും സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാക്കി. നമുക്കറിയാം 1962 വാർ വിത്ത് ചൈന, 1965 വാർ വിത്ത് പാകിസ്ഥാൻ. ഇത് രണ്ടും സാമ്പത്തികമായിട്ട് ഇന്ത്യയെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഒരു മുരടിപ്പിലേക്ക് തള്ളിവിട്ടു എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അവശ്യ സാധനങ്ങളുടെ വില വർദ്ധിച്ചു, തൊഴിലില്ലായ്മ രൂക്ഷമായി, പ്രതിപക്ഷ പാർട്ടികൾ ഗവൺമെൻറ്റിനെതിരെ വ്യാപകമായിട്ടുള്ള പ്രക്ഷോഭങ്ങൾ നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ രാഷ്ട്രവിരുദ്ധ പോരാട്ടവുമായിട്ട് നക്സൽ പ്രസ്ഥാനങ്ങൾ ശക്തിയാർജിച്ചു. ചില സംസ്ഥാനങ്ങൾ വർഗീയ സംഘർഷങ്ങൾ ഉണ്ടായി. നിലവിലുള്ള ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള വികാരം നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിൽ പ്രതിപക്ഷ പാർട്ടികൾ ഒരുമിച്ച് നിന്നാൽ കോൺഗ്രസിനെ പരാജയപ്പെടുത്താമെന്ന് പ്രതിപക്ഷം കണക്കുകൂട്ടി. ഈ തന്ത്രത്തെ സോഷ്യലിസ്റ്റ് നേതാവായിട്ടുള്ള രാം മനോഹർ ലോഹിയ നോൺ കോൺഗ്രസിസം എന്ന് വിശേഷിപ്പിച്ചു. അപ്പോൾ ഈ ടേം ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് നോൺ കോൺഗ്രസിസം? എന്താണ് നോൺ കോൺഗ്രസിസം? ആരാണ് ഈ ടേം ഉയർത്തിയത്? രാം മനോഹർ ലോഹിയ. എന്താണ് ഈ ടേം? അതായത് രാജ്യത്തിലുള്ള വിപരീത സാഹചര്യം കോൺഗ്രസിനെ അധികാരത്തിൽ നിന്ന് പുറത്തിറക്കാമെന്നുള്ളതാണ് ഈ ടേമിൻ്റെ അർത്ഥം. ദെൻ 1967 തെരഞ്ഞെടുപ്പ് ഫലത്തെ രാഷ്ട്രീയ നിരീക്ഷകർ രാഷ്ട്രീയ ഭൂകമ്പം, പൊളിറ്റിക്കൽ എർത്ത്ക്വേക്ക് എന്നൊക്കെ വിശേഷിപ്പിക്കാൻ കാരണമാണ്. ചരിത്രത്തിൽ ആദ്യമായിട്ട് കോൺഗ്രസിന് തിരിച്ചടിയേറ്റിയ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു 1967 തെരഞ്ഞെടുപ്പ്. കോൺഗ്രസിന് ലോകസഭയിൽ ഭൂരിപക്ഷം ലഭിച്ചുവെങ്കിലും ആകെ സീറ്റുകളുടെ എണ്ണവും അതുപോലെ തന്നെ വോട്ടുകളുടെ എണ്ണവും കുറഞ്ഞു. 9 സംസ്ഥാനങ്ങളിൽ ആദ്യമായിട്ട് കോൺഗ്രസിന് അധികാരം നഷ്ടപ്പെടുകയാണ് ഉണ്ടായത്. ഇന്ദിരാഗാന്ധി മന്ത്രിസഭയിലെ പകുതി അംഗങ്ങളും പരാജയപ്പെട്ടു. ഇതുകൊണ്ടാണ് 1967 തെരഞ്ഞെടുപ്പ് ഫലത്തെ രാഷ്ട്രീയ നിരീക്ഷകർ ഒരു പൊളിറ്റിക്കൽ എർത്ത്ക്വേക്കായിട്ട്, രാഷ്ട്രീയ ഭൂകമ്പമായിട്ട് വിശേഷിപ്പിക്കുന്നത്. ദെൻ ഈ ഒരു പദം ഇമ്പോർട്ടൻ്റ് ആണ്. ഗായാറാം എന്ന പ്രയോഗം എന്തിനാണ്? അതായത് ഇത് കൂറുമാറ്റാണ്. കോൺഗ്രസിൽ നിന്ന് വിട്ട് പ്രതിപക്ഷ പാർട്ടിയിലേക്ക് കയറുന്നു. പിന്നീട് അധികാരം തിരിച്ചു കിട്ടാൻ വേണ്ടി വീണ്ടും ഓഫറുകൾ കോൺഗ്രസിൽ നിന്ന് അല്ലെങ്കിൽ മറ്റുള്ള പാർട്ടികളിൽ നിന്ന് ഓഫർ ചെയ്യുമ്പോൾ
തിരിച്ച് സ്വന്തം പാർട്ടിയിലേക്ക് തന്നെ തിരിച്ചു വരുന്നു എന്നാണ്. 1969 കോൺഗ്രസ്സിലെ ഒരു സ്പ്ലിറ്റ് നടന്നിട്ടുണ്ട്, പിളർപ്പ് നടന്നിട്ടുണ്ട്. അതിനുള്ള സാഹചര്യം വിശദമാക്കുക, അതിന് ഇടയാക്കിയ കാരണങ്ങൾ സ്പ്ലിറ്റ് ഇൻ കോൺഗ്രസ് വിശദമാക്കുക എന്നുള്ളത് സാധാരണഗതിയിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. 1967 തെരഞ്ഞെടുപ്പിന് ശേഷം അധികാരത്തിലെത്തിയ ഇന്ദിരാഗാന്ധിയും കോൺഗ്രസ്സിലെ സിൻഡിക്കേറ്റ് വിഭാഗം അഥവാ തലമുതിർന്ന നേതാക്കന്മാരാണ് സിൻഡിക്കേറ്റ് എന്നറിയപ്പെടുന്നത് തമ്മിലുണ്ടായിട്ടുള്ള അധികാര സമരമാണ് കോൺഗ്രസിനെ പിളർപ്പിലേക്ക് നയിച്ചിട്ടുള്ളത്. കോൺഗ്രസിലെ സംഘടനയെ നിയന്ത്രിച്ചിരുന്ന സ്വാധീന ശേഷിയുള്ള നേതാക്കന്മാർ ഉൾപ്പെടുന്ന ഗ്രൂപ്പ് ആയിരുന്നു സിൻഡിക്കേറ്റ്. ഇന്ദിരാഗാന്ധി സിൻഡിക്കേറ്റുകളുടെ നിർദ്ദേശപ്രകാരം പ്രവർത്തിക്കുമെന്ന് സിൻഡിക്കേറ്റുകൾ വിചാരിച്ചിരുന്നു. എന്നാൽ സിൻഡിക്കേറ്റുകളുടെ പ്രതീക്ഷയ്ക്കെതിരായിട്ട് ഇന്ദിരാഗാന്ധി സിൻഡിക്കേറ്റുകളെ, അതായത് തലമുതിർന്ന നേതാക്കന്മാരെ അവഗണിച്ചു. അതോടെ ഇന്ദിരാഗാന്ധിക്കെതിരായിട്ടുള്ള സിൻഡിക്കേറ്റുകൾ പ്രവർത്തിക്കാൻ തുടങ്ങി. ഇത് ഏറ്റവും പരിപൂർണമാകുന്നത് 1969 രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നമാണ്. രാഷ്ട്രപതി സ്ഥാനത്തേക്ക് ഒഴിവ് വന്നപ്പോൾ സിൻഡിക്കേറ്റുകൾ കോൺഗ്രസിൻ്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായിട്ടുള്ളത് നീലം സഞ്ജീവ് റെഡ്ഡിയെ പ്രഖ്യാപിച്ചു. സഞ്ജീവ് റെഡ്ഡിയെ ഉപയോഗിച്ച് ഇന്ദിരാഗാന്ധിയെ അധികാരത്തിൽ നിന്ന് പുറത്താക്കാമെന്നായിരുന്നു സിൻഡിക്കേറ്റുകൾ വിചാരിച്ചത്. എന്നാൽ വളരെ തന്ത്രപരമായിട്ട് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടുള്ള ഒരു ഇൻഡിപെൻഡൻറ്റ് കാൻഡിഡേറ്റ് ആയിട്ടുള്ള വി ഗിരിയെ ഇന്ദിരാഗാന്ധി പിന്തുണച്ചു. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നീലം സഞ്ജീവ് റെഡ്ഡിക്ക് വോട്ട് രേഖപ്പെടുത്തണമെന്ന് കോൺഗ്രസ് പ്രസിഡന്റ് MP-മാർക്കും MLA-മാർക്കും വിപ്പ് നൽകി. പക്ഷേ കോൺഗ്രസ് MP-മാരും MLA-മാരും മനസാക്ഷിക്കനുസരിച്ച് വോട്ട് ചെയ്യാനാണ് ഇന്ദിരാഗാന്ധി ആവശ്യപ്പെട്ടത്. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വി ഗിരി വിജയിക്കുകയും തുടർന്ന് കോൺഗ്രസ് പ്രസിഡന്റ് ഇന്ദിരാഗാന്ധിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും അതേ തുടർന്ന് കോൺഗ്രസിനെ നിന്ന് ഇന്ദിരാഗാന്ധിയെ പുറത്താക്കി, ഇന്ദിരാഗാന്ധി കോൺഗ്രസ് പ്രസിഡന്റിനെയും പുറത്താക്കി. അതോടെ കോൺഗ്രസ് 2 വിഭാഗമായിട്ട് പിളർന്നു, ഇന്ദിരാ വിഭാഗം എന്നും അതുപോലെ തന്നെ സിൻഡിക്കേറ്റ് വിഭാഗം O എന്നും. അപ്പോൾ കോൺഗ്രസ് Rഉം അതുപോലെ തന്നെ കോൺഗ്രസ് Oയുമാണ് ഈ തരത്തിലുള്ള പിളർപ്പിലേക്ക് വെച്ചിട്ടുള്ളത്. ഓക്കെ, ഇതാണ് അത്ര. താങ്ക് യു.